ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ ഈ ദീപാവലി ഹോളിഡേയ്സിൽ ഒരു ചെറിയ ട്രിപ്പ് പോയിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ബാംഗ്ലൂർ തന്നെയാണ്, ബെന്നാർഘട്ടയിൽ RD നേച്ചർ റീട്രീറ്റ് എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ഈ റിസോർട്ടിലെ നിറയെ അഡ്വഞ്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങൾ ഒരു ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ 2 ഫാമിലിയാണ് പോയത്. അപ്പോൾ ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ടൈം ഞങ്ങൾക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റൂമാണ് സെലക്ട് ചെയ്തത്. എല്ലാവരും ഒരുമിച്ചുള്ള ഇങ്ങനെ ഒരു റൂം എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. നല്ല സന്തോഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിരുന്നില്ല, ഇതിൻ്റെ ബാത്റൂം പുറത്തായിരുന്നു. പിന്നെ ഒരു 1 ഡേത്തെ കാര്യമല്ലേ, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് അത് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ കണ്ട് ബോധിച്ചതിന് ശേഷം ബാഗൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ആ ഡ്രിങ്ക് വെച്ചിട്ടുള്ള പട്ടിഷോകളൊക്കെയാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദീപാവലിയുടെ അന്നാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റിവ്യൂ ഒക്കെ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കുറച്ച് തിരക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ കുറേ ആളുകൾ അങ്ങനെ വരത്തില്ലല്ലോ ദീപാവലിയുടെ ആ സമയത്ത്. ഞങ്ങളോട് 11:30ക്കാണ് വരാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് വന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിക്കണം. ഇവിടെ ഫിഷ് കണ്ടോ, ഇവിടെ നമ്മൾ കാല് വെച്ച് കൊടുത്ത ഫിഷ് നല്ല മസാജ് ചെയ്ത് തരും കേട്ടോ. ഇവിടെ ഫിഷ് സ്പാ ചെയ്യുന്ന സ്ഥലമാണ്. നല്ല പച്ചപ്പും ഹരിതാപയുള്ള സ്ഥലമാണ്. അപ്പോൾ പച്ചപ്പും ഹരിതാപയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും ഈ ഒരു സ്ഥലം. വെയിലുണ്ടെങ്കിൽ പോലും നമുക്കത് അത്രയ്ക്കും ഫീൽ ആവില്ല. എന്ന് വെച്ചാൽ നിറയെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ആവും. ബോർഡുകളൊക്കെ ഞാനിങ്ങനെ നന്നായിട്ടും കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആരോ നോക്കി നമുക്കങ്ങ് പോവാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ അവിടെ ഉള്ള 2 ദിവസവും ഈ ബോൾ ഇങ്ങനെ തന്നെ ഒറ്റ ഇരിപ്പാണ്. ഇത് കുട്ടികൾക്ക് മാത്രമുള്ളതാണ്, വലിയവർക്ക് പറ്റില്ല. വെയിറ്റ് നോക്കിയിട്ടാണ് ഇതിൽ അവർ കയറ്റുന്നത്. ബഞ്ചി ജമ്പിങ് ട്രാംപോളിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറച്ച് സ്ഥലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ക്രിക്കറ്റ് കളിക്കാം. പിന്നെ കവണ എന്നല്ലേ പറയണേ ഇതിന്, അമ്പ് ചെയ്യണമെങ്കിൽ അമ്പ് ചെയ്യാം, അമ്പും ബില്ലൊക്കെ എടുത്ത് അങ്ങനെ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്നുള്ള ഇതിൽ ഞങ്ങൾ പയ്യെ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ല കൂളായിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു അരുവിയുണ്ട്. അത് പുഴയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇവിടെ മാത്രമാണ് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൂടുതലുള്ളൂ കേട്ടോ. ഒരു ചെറിയ അരുവി, പക്ഷെ ഇവിടെ മാത്രം നിറയെ നല്ല പുഴ പോലെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് പുഴ എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെയാണ് കുറച്ച് വീതിയും വെള്ളമൊക്കെ ഉള്ളൂ. താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകണേ അങ്ങനെ കാണാനില്ല. അതാണ് ഞാൻ പറഞ്ഞൊരു ചെറിയ അരുവിയാണെന്ന്. ഇവിടെ 2 റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിലൊരു റെസ്റ്റോറൻ്റാണ് ഇത്, ആ ഗുഹ പോലെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് ആ പുഴയ്ക്ക് അക്കരെയാണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നില്ലേ, അവിടെയാണ്. നമ്മളിവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെയല്ല ലഞ്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് പോവാം കഴിക്കാനെന്നുള്ള ഇതിൽ ഞങ്ങളിങ്ങനെ കാണും. അപ്പോൾ ഇത്രയും സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഓർത്തിട്ടോ, എന്തിനാണ് ഇത്രയും സ്ഥലം ഫുഡ് കഴിക്കാനെന്ന് വിചാരിച്ചേ. പക്ഷേ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ, ഡേ പാക്കേജ് എടുത്ത് വന്നേക്കുന്ന ആളുകളും. അപ്പോൾ സ്നാക്സ് ഇങ്ങനെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അതാണ് ഇപ്പം തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ റെയിൻ ഡാൻസും പൂളിലൊക്കെ ഇറങ്ങിയിട്ട് നനഞ്ഞു വന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചത്. സ്നാക്സ് 4 വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ലെമൺ ടീ ഉണ്ടായിരുന്നു, പിന്നെ നോർമൽ ടീ, കോഫി, പിന്നെ പാലൊഴിച്ചിട്ടുള്ള ചായ, കാപ്പി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അഡ്വഞ്ചർ എന്നൊന്നും പറയാൻ പറ്റില്ല, പാറയ്ക്കട കയറുന്നതാണ്. അപ്പോൾ അങ്ങനെ കയറിയിട്ടില്ലാത്തവർക്കൊരു അതൊരു അഡ്വഞ്ചർ തന്നെയാണ്. ഇപ്പോൾ മേലെ കയറി നിന്നിട്ട് നമുക്ക് താഴേക്ക് വ്യൂ കാണാം. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കണം, പക്ഷേ ഇപ്പം അങ്ങനെ കയറുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കയറുന്നത് എങ്ങനെയെങ്കിലും കയറി പോവാം, തിരിച്ചിറങ്ങുന്നതാണ് പണി. എനിക്ക് ഹൈറ്റിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്. പാറയിൽ കയറണോ വേണ്ടേ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ പാറയിൽ കയറിയ പിന്നെ ഇറങ്ങണം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ലേ പിന്നെ നമ്മുടെ മുന്നിലുള്ളൂ. നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ലൈവ് കിച്ചൺ ഇവിടെയാണുള്ളത്, അതുകൊണ്ട് നമ്മൾ പുറത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു രക്ഷയില്ല, കിടുക്കാച്ചി ഫുഡായിരുന്നു, അൺലിമിറ്റഡ് ഫുഡായിരുന്നു കേട്ടോ. ലൈവ് കിച്ചണിൽ കിട്ടാത്ത സാധനങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഒരുപാട് വെറൈറ്റി ഉണ്ട്, വെജിലും നോൺ വെജിലും ഉണ്ട്. പക്ഷേ നോൺ വെജ് കഴിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ, നിറയെ വെറൈറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. നന്നായി വിശന്നായിരുന്നു. പിന്നെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ പോയില്ല കേട്ടോ. ഇത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ജസ്റ്റ് ഈ വീഡിയോ എടുത്തത്. നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാമെന്നുള്ള ഇതിലെടുത്താണ്, ഇത്രയും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെന്നുള്ള ഇതിൽ. ഇനി നോൺ വെജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ ആദ്യം ഇരുന്നത് സൂപ്പാണ് കേട്ടോ, ചിക്കൻ സൂപ്പാണ്. പിന്നെ ചിക്കൻ കറി, മുട്ടക്കറി, പിന്നെ ഇതും ചിക്കൻ കറിയാണ്. പിന്നെ ബിരിയാണി,
പിന്നെ സാലഡ്, പിന്നെ ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെയാണ്. ഒരു ചെറിയ മഴക്കോളുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ട്രാപ്പായണക്കായി. നമുക്ക് വേറെ ആക്ടിവിറ്റീസുകളിലൊന്നും പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ മഴയും കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ ലൈവ് കിച്ചൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് നമുക്ക് കണ്ടാലോ? അപ്പം ആദ്യത്തെ ഇതിൽ റൊട്ടി, നാന്, ആലു ടിക്ക ഒക്കെയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. പിന്നെ ഇവിടെ ദോശയായിരുന്നു ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. മസാല ദോശയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഗോബി ചില്ലി, നൂഡിൽസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കി തന്നിരുന്നത്. നല്ല ചൂടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ നോൺ വെജിൽ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. പിന്നെ എപ്പോഴും നമ്മുടെ നോൺ വെജിലായിരിക്കുമല്ലോ വെറൈറ്റി ഐറ്റം ഒക്കെ കാണുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കങ്ങ് നോക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഫ്രൈ ഭയങ്കര കിടിലെന്ന് പറയാൻ പറ്റില്ല, ഓക്കെ ആയിരുന്നു. പക്ഷേ ക്രാബ് കറി കിടിലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഡൊണ്ണെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ബാർബിക്യൂ ചിക്കൻ കബാബ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് മനസ്സും വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ അഡ്വഞ്ചർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ അഡ്വഞ്ചറിലൊന്നും പോയി കയറി കൊടുക്കുന്നില്ല. ഞങ്ങളിങ്ങനെ എല്ലാം ഒക്കെ കണ്ടിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇത് സൈക്കിൾ ചവിട്ടുന്നതാണ് കേട്ടോ. ഇങ്ങനെ തലയും കുത്തി നമ്മുടെ ശക്തി അനുസരിച്ചാണെന്ന് തോന്നുന്നു അതങ്ങനെ ചവിട്ടി കൊടുക്കണം. പക്ഷെ ആരും അത് കയറിയില്ല കേട്ടോ. നമ്മളും കയറിയില്ല, വേറെ ആരും കയറുന്ന കണ്ടുമില്ല. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കാം, ഫുട്ബോൾ കളിക്കാം. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നടന്നതിന് ശേഷം മക്കൾ ആദ്യം വാട്ടർ റോളറിലാണ് കയറിയത്. ഞാൻ ഇതിലൊന്നും കയറാൻ താല്പര്യമുള്ള ആളല്ല കേട്ടോ. ഞാൻ ഓർക്കും ആ കയറുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ടെൻഷനൊക്കെ എടുത്തു വെക്കണേന്ന് തോന്നുന്ന ഒരാളായിരുന്നു. ഒരു ചെറിയ പേടിയൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പോൾ ഞാൻ കയറുന്നില്ല എന്നൊക്കെയുള്ള ഇതിലാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു പേടി വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ലെന്ന് തോന്നി. ഇത് ചെറിയ അഡ്വഞ്ചറാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി കൂടുന്നതായിട്ട് എനിക്ക് ഫീലായിട്ടോ. അല്ലെങ്കിൽ എപ്പോഴും അയ്യോ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലാവും. ഒരു നിമിഷം പോലും റെസ്റ്റ് ചെയ്യാൻ ടൈമില്ലാതെ നിറയെ ആക്ടിവിറ്റീസുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെയിൻ ഡാൻസ് ഒക്കെ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തേ. അവർ 2 സ്പീക്കർ വെച്ചിട്ട് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്പീക്കറിൽ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കാലേന്ന് ഇങ്ങനെ തരിച്ച് വരും ഡാൻസ് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഡാൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ സ്നാക്സ് കഴിക്കാൻ വന്നതാണ്. റെയിൻ ഡാൻസ് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് വെള്ളത്തിൽ ചാടി കോഴി പോലെ ഞാൻ ഇരിക്കുന്നത്. വീണ്ടും പൂളിൽ പോയി ചാടാനുള്ളത് കൊണ്ടാണ് ഡ്രസ് ചേഞ്ച് ഒന്നും ചെയ്യാതെ തന്നെ ഞങ്ങൾ സ്നാക്സ് കഴിക്കാനായിട്ട് വന്നത്. കുറേ നേരം പൂളിൽ കളിച്ചു കേട്ടോ. ഞങ്ങളൊരു 2 hours പൂളിൽ ചാടിയിട്ടുണ്ട്. പൂളിൽ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങൾ പൂളിൽ വന്നപ്പോൾ കുറച്ച് നിറയെ ആളുകളുണ്ടായിരുന്നു, കുറച്ച് ക്രൗഡായിരുന്നു. അപ്പോൾ ഡേ പാക്കേജിന് വന്നവരൊക്കെ കയറ്റി വിട്ടു അവർ. നമ്മളവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. പുളിയൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കുവാണ്. സൂപ്പും സ്റ്റാർട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡിന്നറായിരുന്നു. ഞാൻ ഡേ ടൈമിൽ കാണിച്ചു തന്നില്ലേ ഒരു ഗുഹ പോലത്തെ റെസ്റ്റോറൻറ്റ്, അവിടെയാണ് നമ്മൾ കഴിക്കുന്നത്. ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ റൂമിന് പുറത്ത് തീ കൂട്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇഡ്ഡലി, വട, സാമ്പാർ, അതുപോലെ പൊങ്കൽ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെ ഫുഡാണ് അവിടെ കിട്ടുക എന്നുള്ളത്. അപ്പം മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ടെൻഷൻ അടിക്കാതെ പോകാമല്ലോ. അതുപോലെ കോൺഫ്ലെക്സ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്.
പിന്നെ മസാല ദോശയൊക്കെ അപ്പം തന്നെ ചുട്ടു തരും, പൂരിയുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. നമ്മൾ കഴിച്ചതിന് ശേഷം ഓരോ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്. അപ്പോൾ മോർണിംഗ് 11 മണി വരെയാണ് ഞങ്ങൾക്ക് ടൈമുള്ളത്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ കാറിൽ കൊണ്ട് വെച്ചതിന് ശേഷം ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് വരുന്നതാണ്. മനോജേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നതിന് മുന്നേ ഓഫീസിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ 2-3 വേറെ ഓഫീസിലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ റിവ്യൂന്നൊക്കെ നമുക്കതാണ് മനസ്സിലായത്. ക്രൗഡ് കൂടുമ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ക്യൂ വലുത് വരും. പിന്നെ ഫുഡിൻ്റെ അടുത്തും എല്ലാം തിരക്കായിട്ട് ആളുകൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമെന്ന്. നമ്മളിങ്ങനെ ദിവാലിയുടെ ദിവസം തന്നെ വന്നത് വളരെ നന്നായെന്ന് നമുക്ക് തോന്നി. റിലാക്സ് ചെയ്ത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലും അങ്ങനെ തിരക്ക് കുറഞ്ഞുള്ള ഒരു ദിവസം സെലക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് വന്ന് ഫ്രണ്ട്സിനോടൊപ്പം ഗ്രൂപ്പായിട്ട് വരുന്നതാണ് കേട്ടോ നല്ലത്. ഫ്രണ്ട്സിനോടൊപ്പമോ ഫാമിലിയോടൊപ്പമൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. കർണാടക ജയന്തിയാണ്, അതാണ് യെല്ലോയും റെഡും കാണുന്നത് കേട്ടോ. അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കണ കണ്ടില്ലേ. നമ്മുടെ കേരള പിറവിയുടെ അന്ന് തന്നെയാണ് കർണാടക ജയന്തിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അവധി കിട്ടാറുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പം ഒരുപാട് മലയാളീസിനെ കണ്ടു കേട്ടോ. എന്താന്ന് വെച്ചാൽ നമുക്ക് ദിവാലി അത്ര സ്പെഷ്യൽ അല്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ മലയാളീസിനെ കണ്ടത്. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ദിവാലി ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.